പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വായനാസ്വാദനം എന്ന നമ്മുടെ റേഡിയോ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നു ബെൻസി ഫ്രാൻസിസ്. ഹലോ ബെൻസി, നമസ്കാരം. ഹായ് സിബി, ഇപ്രാവശ്യത്തെ വായനാസ്വാദനം പരിപാടിയിലേക്ക് എന്നെയും കൂടെ ക്ഷണിച്ചതിന് നന്ദി. ഇന്ന് ഏതു കലാകാരന്റെ ഏത് ബുക്കാണ് താങ്കൾ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ വായനാസ്വാദനം പരിപാടിക്ക് വേണ്ടി തന്നെ 2-3 ബുക്കുകൾ ഞാൻ വായിച്ചിരുന്നു. പക്ഷേ സാഹിത്യ ലോകത്തെ അക്ഷരവൃക്ഷമായ അഥവാ മഹാമേരുവായ വലിയൊരു സാഹിത്യകാരൻ, ലോക സാഹിത്യകാരൻ, മലയാളത്തിൽ നിന്നുമുള്ള ഒരു ലോക സാഹിത്യകാരനെ ഓർക്കേണ്ട ഒരു മാസമാണ് ഇതെന്ന് എനിക്ക് തോന്നി. മലയാളത്തിൻ്റെ വലിയൊരു സാഹിത്യകാരൻ വിട പറഞ്ഞിട്ട് കുറച്ചാഴ്ചകളാകുന്നു. MT വാസുദേവൻ നായരുടെ ഒരു കൃതിയാണ് നമ്മൾ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്. അത് മഞ്ഞ് എന്ന ഒരു കൃതിയാണ്. പക്ഷേ മഞ്ഞിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മഹാനായ കലാകാരനെ ഒന്ന് സ്മരിക്കണം. വളരെ നല്ല തീരുമാനം സിബി. നമ്മുടെ മലയാള സാഹിത്യശാഖയ്ക്ക് വന്ന ഒരു തീരാ നഷ്ടമാണ് MT വാസുദേവൻ നായർ സാറിന്റെ വിയോഗം. അദ്ദേഹം മലയാള സാഹിത്യശാഖയ്ക്ക് നൽകിയ സംഭാവനയുടെ അത്രയും മറ്റൊരു കലാകാരനും നൽകിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഥാകൃത്തായിട്ടും നോവലിസ്റ്റായിട്ടും സിനിമാ രചയിതാവായിട്ടും അദ്ദേഹത്തിന്റെ സംഭാവനകൾ വളരെയധികമാണ്. മഞ്ഞ് എന്ന പുസ്തകം കുറച്ച് നാൾ മുന്നേ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി എനിക്ക് വായിക്കാൻ തന്നായിരുന്നു. ആ ബുക്ക് ഇന്ന് റിവ്യൂ ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ഞാൻ ഈ അടുത്ത നാളായിട്ട് വായിച്ചതാണ്. സത്യത്തിൽ ഒരു ടീനേജറായിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം എഴുതി തുടങ്ങുന്നത്. ബഷീർ പോലെയുള്ള വളരെ മഹാമേരുക്കളായ എഴുത്തുകാരുടെ രചനകൾ വായിച്ചിട്ടാണ് MT ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യം കവിതകൾ എഴുതി, പിന്നീട് കഥകൾ എഴുതി, പിന്നീട് നോവൽ എഴുതി പ്രസിദ്ധനാകുന്നത്. അതിനുശേഷം ബഷീറുമായിട്ടുള്ള ഒരു ബന്ധം ഇദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നു. ഇവരെല്ലാം കോഴിക്കോട്ടുകാരാണ്. എനിക്കറിയാത്തൊരു കാര്യം പറഞ്ഞു തന്നത് നമ്മുടെ ആക്ടർ നിസ്തറിക്കയാണ്. അദ്ദേഹം പറഞ്ഞു MTയെ ബഷീർ വിളിച്ചിരുന്നത് നൂലൻ വാസു എന്നാണ്. അങ്ങനെ വിളിക്കാനുള്ള ഒരു കാരണം ഈ MT വളരെ സ്കിന്നി ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു, വളരെ നൂല് പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ അതുകൊണ്ട് കളിയാക്കി വിളിച്ചിരുന്നതാണ് നൂലൻ വാസു. ആ നൂലൻ വാസു എന്ന് തന്നെയായിരുന്നു അദ്ദേഹം മരിക്കുന്നത് വരെ ഇദ്ദേഹത്തെ അഭിസംബോധന ചെയ്ത് വിളിച്ചിരുന്നത്. അതെ, നർമ്മരാജാവായ ബഷീറിന്റെ വായിൽ നിന്ന് അതിലും നല്ലൊരു പേര് വാസുദേവൻ നായർക്ക് കിട്ടാനില്ല. MT വാസുദേവൻ നായരുടെ കലാകൃതികളിൽ വളരെ ചെറിയൊരു പുസ്തകമാണല്ലോ മഞ്ഞ്. എന്തുകൊണ്ടാണ് മഞ്ഞ് സെലക്ട് ചെയ്തത്? 2 കാരണമുണ്ട്. എൻ്റെയിലോ ഇപ്പോൾ MTയുടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പുസ്തകം മഞ്ഞായിരുന്നു. ഇതൊരു നോവലായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇതൊരു നോവലൈറ്റ് ആയിട്ടാണ് എനിക്ക് ആദ്യമേ ഇത് തോന്നിയത്. ഏത് മനുഷ്യരോടും സംവദിക്കുന്ന ഒരു പുസ്തകമായിട്ട്, എൻഗേജ് ചെയ്യുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെ, മഞ്ഞ് എൻഗേജിങ് തന്നെയാണ്. പക്ഷേ ചില സമയത്ത് ഇച്ചിരി ഡ്രൈ ആയി എനിക്ക് തോന്നി. ചിലപ്പോൾ ഇന്നത്തെ ഫാസ്റ്റ് പേസിൽ നമ്മൾ വായിക്കുന്ന ബുക്കുകളൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം നമ്മുടെ കുറച്ച് പഴയ ബുക്കായ മഞ്ഞ് നമുക്ക് ആ ഒരു ഡ്രൈ ഫീലിംഗ് തന്നത്. മഞ്ഞ് എഴുതപ്പെട്ടത് എനിക്ക് തോന്നുന്നത് 1964-ലോ 5-ലോ ഒക്കെയാണ്. ഏകദേശം ബേബി ബൂമേഴ്സിൻ്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു പുസ്തകം ഈ കാലഘട്ടത്തിൽ, അതായത് എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷം വായിക്കുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ആഖ്യാന ശൈലി അന്നത്തെ ഒരു സാഹിത്യ രൂപരേഖയിൽ അടക്കി ഒതുക്കി എഴുതിയ ഒരു പുസ്തകമാണ് മഞ്ഞെന്ന് പറയുന്നത്. എന്നിരുന്നാലും ഈ പുസ്തകം വായിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഒന്നാമത് ഇത് എഴുതിയതൊരു പുരുഷനാണ്. പക്ഷെ ഈ പുസ്തകം ഒരു സ്ത്രീയെക്കുറിച്ചാണ്, അവളുടെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചാണ്. അവൾ കടന്നു പോകുന്ന അവളുടെ ഉള്ളിൻ്റെ ഏറ്റവും ഉള്ളറകളിലൂടെയുള്ള സഞ്ചാരമാണ്. എങ്ങനെയായിരിക്കും ഒരു പുരുഷന് ഒരു സ്ത്രീയുടെ മനസ്സിനെ ഇത്ര ഭംഗിയായി വരച്ചു വെക്കാൻ കഴിയുന്നത്? സ്ത്രീ പക്ഷത്തു നിന്ന് എഴുതപ്പെട്ട ഒരു നോവലാണ്. ഒരു പുരുഷൻ എങ്ങനെ ഒരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ അടിസ്ഥാനപരമായി അവളുടെ പരിസരവുമായി ബന്ധപ്പെട്ട്, അവളുടെ ചിന്താശേഷിയുമായിട്ട് ബന്ധപ്പെട്ട്, അവളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര ഡീറ്റെയിലിംഗ് നടത്തി ഒരാൾക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നു? അത് വലിയൊരു ചോദ്യമാണ്. ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥ ഒരു പുരുഷൻ എങ്ങനെയാണ് എഴുതുക, അതിലേക്കുള്ള ഒരു സഞ്ചാരം നമ്മൾ നടത്തിയാൽ ഈ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ആഖ്യാനം എന്ന് പറയുന്നത്, ഇതിനകത്തെ നായിക വിമല ഒരു റൂമിൽ ഒറ്റയ്ക്ക് ആലസ്യത്തോടു കൂടിയോ ലേസിനെസ്സോടു കൂടിയോ അവളുടെ പുസ്തകം വായിക്കുകയും അവൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഈ എഴുത്തുകാരൻ നമ്മളെ ഇവരുടെ മുറിയിലോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സ്ത്രീയുടെ
ചലനങ്ങൾ, അവളുടെ ചിന്താധാരകൾ, അവളുടെ ചെയ്തികൾ ഒക്കെ വളരെ ചെറിയ രീതിയിൽ ഇദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നു. എനിക്ക് അതിശയം തോന്നി, ഒരു പെൺകുട്ടിയുടെ ജീവിതാംശങ്ങൾ ഉൾപ്പെടുന്ന, അതായത് അവിടെ പരിസരങ്ങളെപ്പറ്റി വളരെ നന്നായി അദ്ദേഹം എഴുതി വെക്കുമ്പോൾ എനിക്കും കൗതുകമുണ്ട്. അവൾ മാത്രം സഞ്ചരിക്കുന്ന ചില ഏരിയാസ് ഒക്കെ വളരെ വിദഗ്ധമായിട്ട് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ആധുനിക സാഹിത്യത്തിലോ ഉത്തരാധുനിക സാഹിത്യത്തിലോ ഇന്നത്തെ നമ്മൾ വായിക്കുന്ന കഥകളും ചെറുകഥകളോ നോവലുകളോ അപേക്ഷിച്ചിട്ടുള്ള അതിൻ്റെ രചനാ ശൈലി വെച്ച് നോക്കുമ്പോൾ അതിനകത്തൊരു ഡ്രൈനസ് ഉണ്ട് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ആഖ്യാനം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ആഖ്യാനമല്ല ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. വളരെ അടക്കവും ഒതുക്കവും, പലയിടത്തും പലതും ഒളിപ്പിച്ചു വെച്ചിട്ട് ചെറിയ രീതിയിൽ കാര്യങ്ങളെ റിവീൽ ചെയ്യുന്ന ഒരു വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള റൈറ്റിംഗ് പാറ്റേൺ ആണ് ഇദ്ദേഹം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. മഞ്ഞ് എന്ന പുസ്തകം ഒരു വിമല എന്ന് പറയുന്ന ഒരു അധ്യാപികയുടെ ജീവിതത്തെ കുറിച്ചുള്ള പുസ്തകമാണ്. അവർ നൈനിറ്റാളിലെ ഒരു ഹോസ്റ്റലിലെ റെസിഡന്റ് വാർഡനാണ്. അപ്പം അവധിക്കാലത്ത് സ്കൂൾ ഒഴിഞ്ഞ സമയത്ത് പോകാൻ വേറൊരു സ്ഥലമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർ മറ്റൊരു സ്ഥലം തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് ആ ഹോസ്റ്റലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന വിമലയുടെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. വിമലയുടെ ലൈഫിലേക്ക് വന്നു പോകുന്ന ആൾക്കാർ, അതായത് ഹോസ്റ്റൽ അടച്ചിട്ട ശേഷം അവിടെ കുട്ടികളൊന്നുമില്ല, പിന്നെ അവിടെയുള്ള ഒരു ചെറിയ വാച്ചറും അങ്ങനെ കുറച്ച് ചുറ്റുവട്ടമുള്ള നെയ്ബേഴ്സൊക്കെ ആയിട്ട് വിമലയുടെ ജീവിതത്തിൽ വന്നു പോകുന്ന കുറച്ച് മനുഷ്യന്മാരുടെ ജീവിതത്തെ വളരെ ടച്ചി ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണ് മഞ്ഞ്. ഈ വിമല എന്ന കഥാപാത്രത്തെ പറ്റി വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ഒരു രൂപരേഖ ഇവര് വിഷാദത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു കഥാപാത്രമുണ്ട്. ഇസബെല്ല എന്ന സിനിമയിൽ അവർ വരച്ചു കാട്ടുന്ന അതിലെ നായികയുടെ കഥാപാത്രം. അതുപോലെ ONV അന്ന് പാട്ടെഴുതിയിട്ടുണ്ട് അതിൽ ഇസബെല്ലയ്ക്കകത്ത്. ബെൻസിക്ക് ഓർമ്മയുണ്ടോ വസന്തപുഷ്പം പോലെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്? വസന്തപുഷ്പം പോലെ എന്നല്ല സിബി, നിൽപ്പു നീ ജനിമൃതികൾക്കകലെ കൽപ്പനതൻ കണിമലരെ എന്നാണ്. പിന്നെ വസന്തപുഷ്പം പോലെ ഒരു ദുരന്തഗീതം പോലെയുള്ള ഇസബെല്ല. അതെ അതെ, അങ്ങനെയാണ്. ഈ പുസ്തകത്തെ പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു കാത്തിരിപ്പിന്റെ പുസ്തകമാണ്. പുസ്തകം വായിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ശരിക്കും ആലോചിച്ചു, എന്തുകൊണ്ടാണ് മഞ്ഞ് എന്നൊരു പേര് ഈ പുസ്തകത്തിന് വന്നതെന്ന്. എന്നാൽ പോകെ നമുക്ക് മനസ്സിലാകും, തീർച്ചയായിട്ടും ഇതിലും നല്ലൊരു പേര് പുസ്തകത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ആ വായനയിൽ ആ നൈനിറ്റാളിന്റെ പകൽ മഞ്ഞിന്റെ, മൂടൽ മഞ്ഞിന്റെ അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. വളരെ ശരിയാണ്. നമ്മൾ മരുഭൂമിയെ പറ്റി വായിക്കുമ്പോൾ മരുഭൂമിയുടെ അവസ്ഥ നമ്മൾ ഫീൽ ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മൾ ജനാലകൾ തുറന്നിടുമ്പോൾ മഞ്ഞിൻ കണികകൾ അകത്തേക്ക് വരുന്നു, മഞ്ഞുകൊണ്ട് ഞാൻ തണുത്തുറഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് അത് വായിക്കുന്ന ആൾക്ക് അതേപോലെ തന്നെ അതേ തൂക്കത്തിൽ മനസ്സിലാവുക. ആ മഞ്ഞിൻ്റെ ആ പ്രതീതി, ആ ചെറു തണുപ്പ്, നമ്മുടെ ശരീരത്തിൽ കുളിരണിയിക്കുന്ന ആ ഒരു അവസ്ഥാവിശേഷം നമ്മളിലേക്ക് എഴുത്തുകാരന് കുടഞ്ഞിടാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് നമ്മളെ ഫീൽ ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതാണ് ആ എഴുത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ അതിനകത്തെ ഭീകര ദൃശ്യങ്ങളോ അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദൃശ്യങ്ങളോ കാണുമ്പോൾ നമുക്കത് അനുഭവപൂർണ്ണമാവുന്നത് പോലെ തന്നെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ആ മഞ്ഞിന്റെ നനവ് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ പറ്റും. അത്ര മനോഹരമായി, അത്ര പൂർണ്ണതയോടെയാണ് MT ഈ ബുക്ക് എഴുതി വെച്ചിരിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ MTയുടെ ചെറുപ്പകാലത്ത് ഈ പുസ്തകം എഴുതിയിരുന്നെങ്കിൽ അനുഗ്രഹീത കലാകാരൻ, ഞാൻ അംഗീകരിക്കേണ്ട കാര്യമില്ല, എന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, എങ്കിലും വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയാണ്, അദ്ദേഹം എന്തൊരു അനുഗ്രഹീതനായ കലാകാരനാണ്. ഈ കഥയെപ്പറ്റി, ഈ കഥനത്തെപ്പറ്റി സാഹിത്യ ലോകത്ത് ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണിത്. എന്ത് കഥയാണ് ഇതിലുള്ളത് എന്ന് ചോദിച്ച സാഹിത്യ വിമർശകരുണ്ട് അക്കാലത്ത്. അപ്പോഴും ഇതിൻ്റെ ക്രാഫ്റ്റിനെ അംഗീകരിക്കുന്ന ക്രിറ്റിക്സ് അക്കാലത്തുണ്ടായിരുന്നു. രചനാരീതി കൊണ്ട് വായനക്കാരെ പിടിച്ചു നിർത്തുന്ന കൃതിയായിട്ടാണ് നമുക്കിത് മനസ്സിലാവുക. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വാസുദേവൻ നായരുടെ ബ്രില്യൻസ്, ആർട്ടിസ്റ്റിക് ബ്രില്യൻസ് തുറന്നു കാണിച്ച ഒരു പുസ്തകമാണ് മഞ്ഞ്. മഞ്ഞിനെ ആസ്പദമാക്കി ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്.
വളരെ പണ്ട് നമ്മൾക്ക് ജനിക്കുന്നതിന് മുന്നേ ഇറങ്ങിയൊരു സിനിമയാണ്. സിനിമ എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഈ പുസ്തകത്തിലുള്ള വായന തന്നെ നമുക്ക് ആ ഒരു ഫീല്, ആ വായനയിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ മഞ്ഞിന്റെ ഫീലും ആ സ്ത്രീയുടെ മനസ്സിന്റെ വ്യതകളും എല്ലാം തുറന്നു കാണിക്കുന്ന ഒരു വികാര തരളിതമായ പുസ്തകമാണ് മഞ്ഞ്. വിമല ടീച്ചറിന്റെ കാത്തിരിപ്പിന്റെ ഭംഗി കാണിക്കുന്നതിനോടൊപ്പം തന്നെ ആ കാത്തിരിപ്പ് വിമലയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെയും മഞ്ഞ് തുറന്നു കാണിക്കുന്നുണ്ട്. സുധീർ കുമാർ മിശ്ര എന്ന തന്റെ കാമുകനെ അദ്ദേഹത്തോട് ചെലവഴിച്ച വളരെ ചുരുങ്ങിയ നിമിഷങ്ങളുടെ ഓർമ്മകളിലും അദ്ദേഹത്തിന്റെ ലെറ്റേഴ്സിലും, ഇംഗ്ലണ്ടിൽ എഴുതിയ ലെറ്റേഴ്സിലും അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു എൻഡില്ലാത്ത ഒരു എൻലെസ് കാത്തിരിപ്പാണ് ഈ മഞ്ഞിനകത്ത് കാണിക്കുന്നത്. കാത്തിരുന്ന് സ്വപ്നം കാണുക എന്ന ഒരു വസ്തുതയും കാത്തിരുന്നതൊന്നും കൈവരുന്നില്ലല്ലോ എന്നോർത്ത് നിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷവും ഇതിനകത്ത് നമ്മളെ എഴുത്തുകാരൻ ചിന്തിപ്പിക്കുന്നു. കാത്തിരിപ്പിനെ പറ്റി പറയുമ്പോൾ എനിക്കിപ്പോഴും ഈ ബുക്ക് വായിച്ചപ്പോൾ മനസ്സിലാകാത്തൊരു കാര്യം, ഈ സുധീർ കുമാർ മിശ്ര എന്ന് പറയുന്ന വിമലയുടെ കാമുകൻ, അദ്ദേഹത്തെ പറ്റി അധികമൊന്നും ഈ എഴുത്തുകാരൻ പറയുന്നില്ല. നമ്മൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബിറ്റ് ആൻഡ് പീസസ് പലയിടത്തു നിന്നും ഇവളുടെ ഈ ഓർമ്മകളിൽ നിന്നും നമ്മൾ പലയിടത്തും മനസ്സിലാക്കിയെടുക്കേണ്ട, വായിച്ച് നമ്മൾ തന്നെ അനുമാനിച്ചെടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഈ സുധീർ കുമാർ എന്ന് പറയുന്നത്. ഇവള് ഏകദേശം 9 വർഷം കാത്തിരിക്കുകയാണ്. ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഓർമ്മകളിൽ നിന്നും മാത്രം കണ്ടെടുക്കേണ്ട ഒരു കാമുകനായിട്ടാണ് നമ്മൾ ഈ സുധീർ കുമാർ മിശ്രയെ മനസ്സിലാക്കേണ്ടത്, അല്ലേ? സുധീർ കുമാർ മിശ്ര എന്ന വ്യക്തി ഒരു പുരുഷനായിട്ട് ഈ കഥയ്ക്കകത്തില്ല. എന്നാൽ അവൾ ആ മനുഷ്യനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്, എത്ര തീവ്രമായി പ്രണയിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ പുസ്തകത്തിലൂടെ വായിക്കാൻ സാധിക്കും. അതെ, വിമല എത്തിച്ചേർന്ന സ്ഥലങ്ങളിലെല്ലാം അവൾക്ക് അവഗണനയും വെറുപ്പും മാത്രമാണ് കിട്ടിയത്. അവളോട് അനുകമ്പ കാണിക്കുകയും അവളോട് സ്നേഹം കാണിക്കുകയും ചെയ്ത ഒരേ ഒരാളാണ് സുധീർ കുമാർ മിശ്ര. ശരിയാണ്, കഥാപാത്രമില്ല. പക്ഷേ ആ വ്യക്തിയെ നമുക്ക് ഇതിനകത്ത് ഉടനീളം നമുക്കറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് അവരുടെ പ്രണയം സഫലീകരിക്കപ്പെടാത്തത് എന്നത് വളരെ വലിയൊരു ചോദ്യമായിട്ട് അവസാനം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കാറുണ്ട്. എന്നാലും വരാതിരിക്കില്ല എന്ന രീതിയിൽ വിമല കാത്തിരിക്കുന്നു. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു കോൺട്രഡിക്ഷൻ പറയാനുള്ളത്, ഇന്നിൻ്റെ കുട്ടികൾക്ക് മഞ്ഞ് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് എഴുതിയ കാലഘട്ടം തന്നെയാണ്, അത് വളരെ പണ്ടുള്ള കാലഘട്ടമാണ്. അന്ന് എഴുത്ത് തന്നെ എത്തിച്ചേരുന്നത് വളരെ താമസിച്ചെത്തിച്ചേരുന്നൊരു സമയം, ഫോൺ വളരെ ചുരുക്കം, വളരെ അപൂർവമായി മാത്രം ഫോണുള്ള സമയം, ലാൻഡ് ഫോൺസ് അപ്പം ആ സമയത്തുണ്ടായ ഈ പ്രണയമുണ്ടല്ലോ, ആ പ്രണയത്തിന്റെ കാത്തിരിപ്പ്, അതിന്റെ കുളിർമ ഇന്നിന്റെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നെനിക്ക് തോന്നുന്നില്ല. ഇന്ന് നമുക്ക് വാട്സാപ്പ്, ചാറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരു മിനിറ്റ് നമ്മുടെ പ്രണയിതാവിനെ കാണാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുമുട്ടാവുന്നതേ ഉള്ളൂ. വളരെ കറക്റ്റാണ്. കാരണം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് ഈ എഴുത്തു വരുന്ന കാര്യം, ഇല്ലൻഡിൽ എഴുത്തു വരുന്ന സംഭവം, ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ പല കുട്ടികൾക്കും, ഇന്നത്തെ ഒരു തലമുറയിൽപ്പെട്ട പല ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ഇല്ലൻഡിൽ, പോസ്റ്റ് കാർഡിൽ ഒക്കെ പോകുന്ന എഴുത്തുകളുടെ ഒരു ശക്തി എന്താണെന്നുള്ള കാര്യം. ലാൻഡ് ഫോണിൽ കാത്തിരുന്നിട്ട് ഒരു ഫോൺ കിട്ടുക, ട്രങ്ക് കോളിൽ ഫോൺ വിളിക്കുക എന്നൊക്കെ പറയുന്നത് പലർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ട്രങ്ക് കോളൊന്നും നമുക്ക് തന്നെ മനസ്സിലാകാത്തൊരു കാര്യമാണ്. എഴുത്തയക്കുക, എഴുത്തിന് വേണ്ടി കാത്തിരിക്കുക, ആ എഴുത്ത് കിട്ടുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവവും അനുഭൂതിയും അതൊരു വല്ലാത്ത ഒരു കാത്തിരിപ്പിന് ശേഷം കിട്ടുന്ന എന്തോ ഒരു വലിയ റിവാർഡ് പോലെയാണ് നമുക്കതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. എഴുത്തുകാരന്റെ ബ്രില്യൻസ് അത് എടുത്തു പറയേണ്ടതാണ് മഞ്ഞിനകത്ത്. ചിലപ്പോൾ വാസുദേവൻ നായരുടെ ചെറുപ്പത്തിന്റെ തിളപ്പായിരിക്കാം ഇത്ര മനോഹരമായി ഒരു ഒളിച്ചു വെച്ച കാമുകനെ നമുക്ക് കാണിച്ചു തന്നത്. അടുത്തതായി മഞ്ഞ് പ്രതിപാദിക്കുന്നത് കാത്തിരിപ്പും പ്രണയത്തിനപ്പുറം അവൾ കണ്ട ജീവിതങ്ങൾ. എല്ലാ മനുഷ്യരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കാത്തിരിക്കുന്ന വ്യക്തികളാണ്. പ്രധാനമായിട്ടും ഈ കഥയുടെ പകുതി മുതൽ അവസാനം വരെയുള്ള ഒരു കഥാപാത്രമാണ് ബുദ്ധു. അവന്റെ പിതാവിനെ കാത്തിരിക്കുന്ന ബുദ്ധു. ശരിയാണ്, അവനൊരു ഇല്ലെജിറ്റിമേറ്റ് സണ്ണാണ്. പക്ഷേ ഹി വാണ്ട്സ് ടു സീ ഹിസ് ഫാദർ.
നമുക്ക് ഇന്നാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ എന്നെങ്കിലും വരുന്ന തൻ്റെ പിതാവിനെ കാത്തിരിക്കുന്ന ബുദ്ധു, അത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ ഒരു മാനസികാവസ്ഥ, ഉപേക്ഷിക്കപ്പെട്ടവൻ എങ്ങനെ തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്ന, അവൻ്റെ ജീവിതത്തിൽ അവന് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ത്വരകമെന്ന് പറയുന്നത് അവൻ്റെ അപ്പൻ എന്നെങ്കിലും വരും, എനിക്ക് എൻ്റെ അപ്പനെ കാണാൻ പറ്റും എന്ന പ്രതീക്ഷയാണ്. അടുത്തതായിട്ട് ചെറുതായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരു ക്യാരക്ടറാണ് സർദാർജി എന്ന് പറഞ്ഞ ഒരാൾ. ഓർക്കുന്നുണ്ടോ ആ ആളെ? ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ കാത്തിരിപ്പിൻ്റെ വളരെ തീക്ഷ്ണമായ അനുഭവങ്ങൾ നമുക്ക് തരുമ്പോൾ കാത്തിരിക്കാൻ തനിക്ക് സമയമില്ലല്ലോ എന്നോർത്ത വ്യതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സർദാർജി. ലങ് ക്യാൻസർ കൊണ്ട് ഇനി മുന്നോട്ട് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ തനിക്ക് ജീവിക്കാനുള്ളൂ എന്ന തിരിച്ചറിവിൽ നൈനിറ്റാളിലേക്ക് എത്തിയ വ്യക്തിയാണ് സർദാർജി. നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് ഒരു മൊമെന്റ് MT നമ്മളെ ചിന്തിപ്പിക്കുന്നു. അവിടെ ഇനിയുള്ള ദിവസങ്ങൾ എണ്ണപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും? എനിക്കതിൽ വളരെയധികം കൗതുകം തോന്നുന്നുണ്ട് സിബി. ശരിയാണ്, ഒരാൾ മരിക്കാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതലാണ് ശരിക്കും അയാൾ ജീവിക്കാൻ തുടങ്ങുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് MT വളരെ ലോകപ്രസിദ്ധമായ, ഒരുപക്ഷെ ഏതൊരു മലയാളിക്കും അറിയാവുന്ന ഒരു പഴഞ്ചൊൽ ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിമലയോട് സ്നേഹമുള്ള വളരെ ചുരുക്കം ചിലരിൽ ഒരാളാണ് അവളുടെ അച്ഛൻ. അവളുടെ അച്ഛൻ്റെ മരണശേഷം അവൾ ഇരിക്കുന്ന ഒരു മൊമെന്റിൽ അവളുടെ ഫ്രണ്ട് പറയുന്ന ഒരു വാചകമാണ് രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്നത്. അതെ, ആ സമയത്ത് നമ്മളും ചിന്തിച്ചു പോകും, എന്തിനാണ് അച്ഛൻ ഇത്ര നേരത്തെ അവളെ വിട്ട് കടന്നുപോയത്? ശരിക്കും രംഗബോധമില്ലാത്ത ഒരു കോമാളി തന്നെയാണ് മരണം, അല്ലേ? മഞ്ഞ് എന്ന ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ അവർ കടന്നു പോകുന്ന കത്തുന്ന ഇമോഷൻസ്, മനുഷ്യജീവിതത്തിലെ വേദനിപ്പിക്കുന്ന എരിയുന്ന ഇമോഷൻസിലൂടെ ഓരോരുത്തർ കടന്നു പോകുമ്പോഴും ഇതെല്ലാം കടന്നു പോകും, ലെറ്റ് ഇറ്റ് ഗോ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് മഞ്ഞ്. വൈകാരികതയുടെ തീക്ഷ്ണമായ ചലനങ്ങൾ ഈ നോവലിലുണ്ട്. അച്ഛൻ്റെ മരണം, അമ്മയുടെ അവിഹിതം, കുടുംബത്തിൻ്റെ ശിഥിലത ഒക്കെ മഞ്ഞുപോലെ തണുത്ത അക്ഷരങ്ങൾ കൊണ്ട് അടക്കി വെച്ചിരിക്കുകയാണ്. വളരെ അടക്കം പറയുന്നത് പോലെ എഴുതപ്പെട്ട ഒരു നോവലാണ് ഇത്, അല്ലേ? ഈ ഇമോഷൻസ് എല്ലാം മഞ്ഞുപോലെ അലിഞ്ഞു പോകും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കുളിർ ഓർമ്മയാണ് മഞ്ഞ്. പക്ഷെ ബെൻസി, എനിക്ക് മനസ്സിലാകാത്ത ഒന്നുണ്ട് ഈ പുസ്തകത്തിൽ. സുധീർ മിശ്ര എന്ന ഈ കാമുകൻ എവിടേക്ക് പോയി? എന്നു വരും? എത്ര കാലം ഇവർ കാത്തിരുന്നു? ഇനിയും എത്ര കാലം ഇവർക്ക് കാത്തിരിക്കേണ്ടതായി വരും? സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ മഞ്ഞിലെ വിമലയുടെ മാനസികാവസ്ഥയിൽ കൂടെ കടന്നുപോയ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സുധീർ മിശ്ര പറ്റിക്കുന്ന ഒരാളല്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിക്കാണോ? വല്ല അപകടം സംഭവിച്ചു കാണോ? അതോ അയാളുടെ ജീവിത സിറ്റുവേഷൻസ് കാരണം വിമലയെ ഉപേക്ഷിക്കേണ്ടി വന്നു കാണുമോ അദ്ദേഹത്തിന്? എന്തോ ഹീസ് എ മിസ്റ്റീരിയസ് മാൻ, അല്ലേ? വളരെ മിസ്റ്റീരിയസ് ആയിട്ട്, നിഗൂഢമായിട്ട് എഴുതപ്പെട്ട ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇപ്പോഴും ഇത്രയും കാലങ്ങൾക്ക് ശേഷവും ഒരു വിശുദ്ധ മനസ്സോടുകൂടി ഒരു പരിശുദ്ധമായ പ്രണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരെ നമസ്കരിക്കാതിരിക്കാൻ യാതൊരു വകുപ്പും തോന്നുന്നില്ല. ഷീ ഈസ് എ ബ്രില്യൻ ക്യാരക്ടറൈസേഷൻ ഇൻ ദിസ് നോവൽ. വളരെ ചടുലമായിട്ട് അത് എഴുതി വെച്ച MT, അദ്ദേഹത്തിനും നമുക്കൊരു വലിയ സല്യൂട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 1964 ആദ്യമായി മഞ്ഞ് പബ്ലിഷ് ചെയ്തത്. എന്നാൽ 2022 അത് റീപബ്ലിഷ് ചെയ്തു എന്നതിനർത്ഥം ഇന്നും മഞ്ഞ് വായിക്കാൻ എല്ലാവരും റെഡി ആവുന്നു എന്നുള്ളത് തന്നെയല്ലേ? ആ കാലത്തെ നമ്മുടെ അപ്പൻ്റെയും വല്യപ്പൻ്റെയും ഒക്കെ കാലത്ത് നടക്കുന്ന പ്രണയ ശൈലി, അവരെങ്ങനെയാണ് പ്രണയത്തെ സമീപിച്ചിരുന്നതെന്നും അവരുടെ കാലഘട്ടത്തിൽ പ്രണയം എന്തായിരുന്നെന്നും വളരെ മനോഹരമായി രചിച്ചു തരുന്ന ഒരു നോവലാണ് മഞ്ഞ്. പ്രണയം മാത്രമല്ല,
പരിണയം കൂടി അഥവാ മാംസനിബദ്ധമല്ലാത്ത സ്നേഹം, അതിൻ്റെ രാഗങ്ങൾ വളരെ മനോഹരമായി വർണ്ണിച്ചെടുക്കുന്ന ഒരു പുസ്തകമാണിത്. മലയാളിയുടെ മനസ്സിലേക്ക് പെയ്തിറങ്ങിയ ഒരു കൃതിയാണ് മഞ്ഞ്. ഈ മഞ്ഞെന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചടുലമായ ചില വാക്കുകളുണ്ട്. മനസ്സ് മഞ്ഞിറങ്ങുന്ന ഒരു താഴ്വരയാണ്, മനസ്സ് ചപലനായ ഒരു ചാഞ്ചാടിയെ പോലെയാണ് എന്നും MT ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മധുര മനോഹരമായ വാക്കുകൾ കൊണ്ട് പുതപ്പിട്ട ഒരു പുസ്തകമാണ് മഞ്ഞ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ മഞ്ഞ് ഇച്ചിരി ഡ്രൈ ആയിരുന്നു കേട്ടോ. എന്നിരുന്നാലും അതൊരു ഭയങ്കര സുന്ദരമായ ഒരു പ്രണയകഥയെ നമ്മളെ മുന്നിൽ വരച്ച് കാണിച്ചു തരികയാണ്. ഇന്നും വായിക്കാൻ ഏറ്റവും നല്ലൊരു ബുക്ക് തന്നെയാണ് മഞ്ഞ്. വളരെ പ്രതീക്ഷയോടെ എഴുതി അവസാനിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് മഞ്ഞ്. ഈ നോവൽ ചക്രവാളത്തിൽ ഈ കാത്തിരിപ്പാണ് മഞ്ഞിനെ മനോഹരമാക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. മഞ്ഞുപോലെ സുന്ദരം. 80 പേജുകളിൽ മനുഷ്യ മനസ്സിനെ എക്കാലവും കുളിരണിയിപ്പിക്കുന്ന, തളിരണിയിപ്പിക്കുന്ന, മഞ്ഞിനകത്തേക്ക് ആവാഹിച്ചു കൊണ്ടുപോകുന്ന വലിയ ഒരു രചയിതാവ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ഞങ്ങൾ സർവ്വ ആശംസകളും നേരുന്നു. ഇനിയും ഈ പുസ്തകം നിങ്ങൾ വായിക്കുക, വായിച്ചിട്ടില്ലാത്തവർ വായിക്കുക. അപ്പോൾ എല്ലാവർക്കും മഞ്ഞ് ഒരു മസ്റ്റ് റീഡായി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഈ മഞ്ഞ് വീണ്ടും വായിക്കാൻ എന്നെ പ്രചോദിപ്പിച്ച പ്രിയ ചേച്ചിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.